ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വയസ്സായ അച്ചമ്മയ്ക്ക് തെന്നി വീണോ തളർന്നു വീണോ ആപത്ത് സംഭവിക്കാം. അതേ വീട്ടില് അതേ രാത്രിയില് വർഷയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നശിക്കുന്ന തരത്തിൽ ആപത്ത് സംഭവിച്ചതുകൊണ്ട് ചോദിച്ചതാ. എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചത് അവരാ. അവർക്ക് എന്റെ ജീവന് വേണം. അവരെന്നെ കൊല്ലും. എനിക്ക് പേടിയാവുന്നു. എനിക്ക് എന്റെ അച്ഛനെ അമ്മയും കാണണം. വിഷമിക്കാതെ. അല്ല, ഏട്ടന്റെ ഫ്രണ്ട് നിരഞ്ജൻ എവിടെ? അത് അവൻ പോയി. എവിടെ? ഇന്നലെ രാത്രി നിനക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നതിന് കുറച്ചു മുമ്പ് അവൻ ബാംഗ്ലൂർക്ക് പോയി. അല്ല, നിനക്കിപ്പോ എന്താ വേണ്ടേ? നിന്റെ അച്ഛനും അമ്മയും കാണണം, അത്രയല്ലേ ഉള്ളൂ. ആ, എന്നാ നീ വേഗം പോയി റെഡിയാവും. ചെല്, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. നിരഞ്ജനെ ഇല്ലാതാക്കിയതിന്റെ ഏക ദൃക്സാക്ഷി മുത്തശ്ശിയ. അവരിപ്പോ സംസാരശേഷി നഷ്ടപ്പെട്ട അവസ്ഥയില. ഓ, എന്റെ ഭാഗ്യം. നിരഞ്ജന്റെ ഡെഡ് ബോഡി ആരും കാണാതെ നശിപ്പിക്കണം. എങ്ങനെയും ഏതു വഴി സ്വീകരിച്ചിട്ടാണെങ്കിലും. അച്ഛൻ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാ അമ്മയും കഴിക്കാത്തത്. അച്ഛൻ വന്ന് ഭക്ഷണം കഴിക്കേ. സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അസുഖങ്ങളുണ്ടാവുമെന്ന് ഉപദേശിച്ച ആളാ. എന്നിട്ടിപ്പോ എന്നെ ഉപദേശിക്കുന്ന അമ്മ ഒരേ കിടപ്പ് കിടക്കുമ്പോ എനിക്കെങ്ങനെയാ മാധവേട്ട ഭക്ഷണം ഇറങ്ങുക? നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ മറ്റുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കൂടി പട്ടിണി കിടക്കാം. ആരോ വന്നല്ലോ. വർഷയും വിക്രമോ വന്ന്. മോളെ, ഇങ്ങോട്ടിരിക്കേ. വിക്രം ഇരിക്കേ. വേണ്ട. എന്താ മോനെ, രാത്രിയില് റെസ്റ്റ് എടുക്കേണ്ട സമയമല്ലേ? യാത്ര ചെയ്യരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ? ശരി തന്നെ, പക്ഷെ പറഞ്ഞാ കേക്കണ്ടേ? ഞാൻ അവളൊരു ഹോളിൽ ഇരിക്കായിരുന്നു അച്ഛാ. അപ്പോ പെട്ടെന്ന് അവളുടെ ഭാവമൊക്കെ മാറിയത്. അവൾക്ക് ഇപ്പൊ തന്നെ അച്ഛനമ്മയും കണ്ടേ പറ്റുന്നു. ഒരുതരം ഭ്രാന്ത് പിടിച്ച പോലെ ആയിരുന്നു. എന്നെ ഒന്ന് സംസാരിക്കാൻ പോലും സമ്മതിച്ചില്ല അവള്. എന്തിനാ മോളെ അങ്ങനെയൊക്കെ ചെയ്തത്? ഈ അവസരത്തിൽ പ്രത്യേകിച്ചും രാത്രിയിൽ യാത്ര ചെയ്യാൻ പാടില്ലെന്ന് മോൾക്കറിയില്ലേ? എന്തിനാ വാശി പിടിച്ചത്? എന്താ മോളെ, എന്തിനാ മോളെ പേടിക്കുന്നത്?
അച്ഛാ, എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടില്ലേ? ഇനി എനിക്ക് ആരാ ഉള്ളത്? എനിക്ക് ആരുമില്ല. എന്റെ കുഞ്ഞ് പോയി. എന്റെ മോൾക്കൊരാപത്ത് സംഭവിച്ചു എന്ന് കരുതി നീ ശാപദോഷം പിടിച്ചവളൊന്നുമല്ല. എന്താളിയാ രാത്രിയില്? അല്ല, വർഷിക്ക് ഇങ്ങോട്ട് വരണമെന്ന് ഒരേ വാശി. അല്ല, അച്ചമ്മയുടെ ലാത്തിടിയേട്ട് അളിയന് വല്ലാതെ മടുത്തിരിക്കാം, അത് മനസ്സിലാക്കാം. പക്ഷേ താലി കെട്ടിയ സ്വന്തം ഭാര്യ. ആ ചോദ്യം കൊണ്ട് എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. വയസ്സായ അച്ചമ്മയ്ക്ക് തെന്നി വീണോ തളർന്നു വീണോ ആപത്ത് സംഭവിക്കാം. അതേ വീട്ടില് അതേ രാത്രിയില് വർഷയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നശിക്കുന്ന തരത്തിൽ ആപത്ത് സംഭവിച്ചതുകൊണ്ട് ചോദിച്ചതാ. അത് ശരി. ഈ വീട്ടില് പഴഞ്ചൊല്ലുകൾക്ക് ഒരു പഞ്ഞവും ഇല്ലല്ലോ. ആപത്ത് വരുമ്പോ കൂട്ടത്തോടെ എന്നൊരു പഴഞ്ചൊല്ലും ഉണ്ട്, അതറിയില്ലേ? അങ്ങനെ സംഭവിച്ചതാ. അടിതെറ്റി വീണതാ, അല്ലാതെ ആരും അടിതെറ്റിച്ചൊന്നുമല്ല. കുടുംബത്തിലെ ഉത്തരവാദിത്വം കൂടുതൽ ചുമക്കുന്ന ഭാര്യ സഹോദരനോട് കാര്യങ്ങളൊക്കെ പറയണല്ലോ. ഇപ്പൊ കാര്യം ബോധ്യപ്പെട്ടോ? ആ, അങ്ങനെയൊക്കെ വിശ്വസിച്ചല്ലേ പറ്റൂ. പ്രകാശേ, അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിനക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായി. എന്താ, ഞങ്ങളുടെ മോൾക്കും ഞങ്ങളെ കാണാൻ വരാൻ പാടില്ലേ? എന്നാരാ പറഞ്ഞത്? അച്ഛനമ്മമാരെ എന്നും എപ്പോഴും കാണാൻ ഇവിടെ സ്ഥിരതാമസമാക്കിയാലും സന്തോഷം. പക്ഷേ അർദ്ധരാത്രിയില് പോലീസ് വണ്ടികളൊന്നും കയറി വരരുത്, അത് പറഞ്ഞെന്നേ ഉള്ളൂ. പ്രകാശ, മതി. എന്റെ മോള് അവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞു നഷ്ടപ്പെട്ടത് ആകെ തളർന്നിരിക്കുക. അതേ അവസ്ഥ തന്നെയാണ് വിക്രമിന്റേത്. സങ്കടപ്പെട്ടിരിക്കുന്നവരെ പ്രകാശേട്ടൻ ഇങ്ങനെ കൂടുതൽ വിഷമിപ്പിക്കരുത്. അതൊന്നും മര്യാദയല്ല. മര്യാദ? അതിന്റെ അർത്ഥം എന്താണെന്ന് ഇനി പുതിയതായിട്ട് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അളിയൻ കേൾക്കാത്തൊരു പഴഞ്ചൊല്ല് ഞാൻ അങ്ങോട്ട് പറയാം. ഒരു രാത്രിയും വെളുക്കാതിരുന്നിട്ടില്ല.